നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചില പൊതുപ്രവർത്തകർ കൂടി ചേരുന്നുണ്ട്. നിശാന്ത് തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു പൊതുപ്രവർത്തകനാണ്. തിരുനെല്ലിയിലാണ് എപ്പോഴും കടുവ ആനയൊക്കെ ആയിട്ട് പുലിയൊക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ നഗരത്തിലെത്തിയിരിക്കുന്നു. നിങ്ങൾ നേരത്തെ ആ പ്രതിഷേധം നടന്നതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നോ? എന്താണ് നിങ്ങളുടെ ഒരു നേരം ആവശ്യം ഉന്നയിച്ചത്? തീർച്ചയായും ഇവിടെ തിരുനെല്ലി പോലുള്ളൊരു വനം മേഖലയിൽ ഇത്തരം ഇഷ്യൂ ഉണ്ടാകുന്നത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ മാനന്തവാടി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തൊരു ആന ഇറങ്ങുകയും അവിടെ അടിയന്തരമായി എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും റവന്യൂവും ദുർബലമായി. ഇവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുന്നത് 9:30 മണിക്കാണ്. ഇവിടെ കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് 5:30 മണിക്ക് തന്നെ കർഫ്യൂ പ്രഖ്യാപിക്കണമായിരുന്നു. നൂറുകണക്കിനായ വിദ്യാർത്ഥിനികൾ, അമ്മമാർ, സഹോദരിമാർ, ഏറ്റവും ഒടുവിൽ 60 മീറ്റർ മാത്രം ദൂരമാണ് മെഡിക്കൽ കോളേജും ആനയും തമ്മിലുള്ളത്. നമ്മൾ എത്ര ഭയാനകമായ അന്തരീക്ഷമാണ്. മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് 50 മീറ്റർ ദൂരം. അത്രയേറെ വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം മാനന്തവാടിയിൽ ഉണ്ടായിട്ടും അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ CCF ഉൾപ്പെടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ചെറിയ പ്രതീക്ഷ പബ്ലിക് എന്നല്ല ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ആനയെ ഡാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഈ ആനയെ മാറ്റണം. അതല്ല എങ്കിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങളുണ്ടാകും. ജീവഹാനി ഉൾപ്പെടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏത് തരത്തിലാണ് ഇത് വൈകുന്നേരത്തേക്ക് തുരത്താമെന്നാണ് വനം വകുപ്പ് കരുതി വെക്കുന്നത് എങ്കിൽ PM2 ഉൾപ്പെടെയുള്ള നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി പരാമർശമൊക്കെ ഉള്ളതുകൊണ്ടാണ് എങ്കിൽ ബോധപൂർവം വൈകുന്നേരത്തേക്ക് വെച്ചാൽ ഇതൊരു വലിയ ഇഷ്യൂവിലേക്ക് പോകും. അങ്ങനെയുള്ള ദുരന്തമുഖമാകാൻ മാനന്തവാടി ഉണ്ടാകാതിരിക്കാൻ എല്ലാവരുടെയും കൂട്ടായ ശ്രമം വേണം. പബ്ലിക് എന്ന നിലയിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഏത് തരത്തിലുള്ള സപ്പോർട്ടിനും മാനന്തവാടിയിലെ പൊതുസമൂഹം ആകമാനം തയ്യാറാണ്. അതിലുപരി ഡാർട്ട് ചെയ്യാനുള്ള ഓർഡർ എടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന കാലതാമസത്തെ വളരെ ഗൗരവതരമായി ഞങ്ങൾ അപലപിക്കുക.